ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ക്ലീൻ ചീറ്റുമായി UDF സർക്കാർ. ഊരാളുങ്കലിന് ചട്ടവിരുദ്ധമായി കോൺട്രാക്റ്റുകളൊന്നും നൽകിയിട്ടില്ലെന്നും ഊരാളുങ്കലിന്റേത് ഗുണനിലവാരമുള്ള നിർമ്മാണ പ്രവർത്തികളാണെന്നും മന്ത്രി PK ബഷീർ നിയമസഭയിൽ പറഞ്ഞു. നിലവിൽ ഊരാളുങ്കൽ ഏറ്റെടുത്തിരിക്കുന്നത് നിരവധി പ്രവർത്തികളാണ്. വർക്ക് ലോഡ് കൂടിയതിനാലാണ് ചിലയിടത്തെങ്കിലും നിർമ്മാണത്തിൽ മാന്ദ്യമെന്നും മന്ത്രി വ്യക്തമാക്കി. പൊതുമരാമത്ത് ദേശീയപാത വിഭാഗത്തിന്റെ കീഴിൽ മോർത്ത് SPD പ്രകാരം ചെയ്യുന്ന പ്രവൃത്തികളിൽ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പ്രത്യേക മുൻഗണന നിലവിൽ ഇല്ല. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തികളിൽ ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നടപടിക്രമങ്ങൾ പാലിക്കാതെ പ്രവൃത്തി അനുവദിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തികളെല്ലാം തന്നെ ഗുണനിലവാര പരിശോധന കർശനമായി പാലിക്കുന്നുണ്ട്. ഗുണനിലവാര പരിശോധന ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് കരാറുകാർക്ക് ബിൽ തുക നൽകുന്നത്. പ്രവൃത്തികളുടെ ഗുണനിലവാരം സംബന്ധിച്ച പരാതി ലഭിക്കുകയാണെങ്കിൽ അന്വേഷണം നടത്തുന്നതാണ്. ഊരാളുങ്കൽ സൊസൈറ്റി വഴി നിർമ്മിക്കുന്ന ചില പദ്ധതികളിൽ ചെലവ് വർധനയും കാലതാമസവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം പ്രസ്തുത സൊസൈറ്റി ഏറ്റെടുക്കാറുണ്ടോ? ആയതുമൂലം സർക്കാരിന് ഉണ്ടാകുന്ന നഷ്ടം ഈ സൊസൈറ്റിയിൽ നിന്നും ഈടാക്കാൻ നടപടി സ്വീകരിക്കുമോ? കാലതാമസം അങ്ങനെ പറയാൻ പറ്റില്ല. സാധാരണ ഒരു എഗ്രിമെന്റ് കാലാവധി ഉണ്ട്. ആ കാലാവധിക്കകം പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ എക്സ്റ്റൻഷൻ കൊടുക്കും, അത് ഫൈനോട് കൂടി കൊടുക്കും. അങ്ങനെയാണ് സാധാരണഗതിയിൽ. എവിടെയെങ്കിലും വർക്കിന് ബുദ്ധിമുട്ട് പ്രയാസം നേരിട്ടുണ്ടെങ്കിൽ അതിന്റെ എഗ്രിമെന്റ് കണ്ടീഷൻ പ്രകാരമുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പൊതുമരാമത്ത് വകുപ്പിന്റെ 165 പ്രവൃത്തികളിൽ റോഡ് വിഭാഗത്തിൽ 61 പ്രവൃത്തികളാണ് ഉള്ളത്. 46 പ്രവൃത്തികൾ കിഫ്ബി പ്രവൃത്തികളാണ്. കൈവശമുള്ള പ്രവൃത്തികളിൽ ഭൂരിഭാഗം പ്രവൃത്തികളും അവിടുത്തെ കോഴിക്കോട് ജില്ലയിലാണ് നടക്കുന്നത്. ഇപ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ 165 പ്രവൃത്തികളിൽ 40ഓളം പ്രവൃത്തികൾ മന്ദഗതിയിലാണ്. കാരണം അവർക്ക് വർക്കിലോട് കൂടി. മുമ്പേ ഒരു ഏരിയ മാത്രം, ഇപ്പൊ കാസർഗോഡ് മുതൽ പാറശാല വരെ എല്ലാവിധ പ്രദേശങ്ങളിലും വർക്ക് നടക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് അവിടെ പ്രവർത്തനങ്ങളിൽ വർക്കുകളിൽ ഒരു മന്ദീപനം വന്നിട്ടുണ്ട്. തദ്ദേശീയ ആളുകൾക്ക് ജോലി ലഭിക്കുന്നില്ല എന്ന പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ കാര്യം അന്വേഷിക്കുന്നതാണ്. ഇവർക്ക് നമ്മുടെ ഈ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കൊക്കെ ഈ ഇളവ് കൊടുക്കുന്നത് നാട്ടിലെ ആളുകൾക്ക്, തൊഴിലാളികൾക്ക് ജോലി ലഭ്യമാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഇതിപ്പം ഇവർക്ക് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇല്ല, പെർഫോമൻസ് ഗ്യാരണ്ടി ഇല്ല, ടെൻഡറിൽ 10% ഇളവ് കൊടുക്കുന്നുണ്ട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ആണെങ്കിൽ തന്നെ ഈ പ്രൈസ് ഡിഫറൻസിന് പൊതുമരാമത്ത് വകുപ്പിന്റെ ഇതിൽ 140ഓളം കോടി രൂപ അവർക്ക് ലാഭം. മറ്റുള്ള കരാറുകാരെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അത്രയും നഷ്ടം സർക്കാർ സഹിക്കുന്നുണ്ട്. 140 കോടി രൂപ കഴിഞ്ഞ കാല പ്രവൃത്തികളിൽ നിന്ന് ഇപ്പൊ കിട്ടിയ ഒരു കണക്ക് പ്രകാരം അങ്ങനെയാണ്.